ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ യൂട്യൂബ് ചാനലിലൂടെയുള്ള ശാബ സ്കൂൾ പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ 11ാമത്തെ പാഠം ഞാൻ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യുവാനുള്ളൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഈ ആഴ്ചയിൽ നമ്മൾ പാഠം 12 സ്നേഹവും നീതിയും ഏറ്റവും വലിയ 2 കൽപ്പനകൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ആണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പഠനത്തിലുള്ള വേദഭാഗങ്ങൾ മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 34 മുതൽ 40 വരെയുള്ളതായ ഭാഗം, സക്രിയാവ് പ്രവചനം 7 അധ്യായം 9 മുതൽ 12, സങ്കീർത്തനം 82, മീകാ പ്രവചനം 6 അധ്യായം 8 വാക്യം, മത്തായി സുവിശേഷം 23 അധ്യായം 23 മുതൽ 30 വരെയുള്ളതായ വേദഭാഗം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം 25 മുതൽ 37 വരെയുള്ളതായ വേദഭാഗത്തിൽ നിന്നാണ് ഈ ആഴ്ചത്തെ പാഠം തയ്യാറാക്കിയിരിക്കുന്നത്. മനപാഠവാക്യം 1 യോഹന്നാൻ 4:20. അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയില്ല. 1 യോഹന്നാൻ 4:20. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അല്പസമയം തിരുവചനത്തിൽ ഞങ്ങൾ ധ്യാനിക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിപ്പാൻ ഏഴകളായ അടിയങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് അങ്ങയുടെ ആത്മാവിനാൽ പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനങ്ങളെ ഗ്രഹിപ്പാൻ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. അടിയങ്ങളുടെ ക്രോശങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കണമേ. കർത്താവെ, ഇന്ന് തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണം, ബലപ്പെടുത്തണം, എല്ലാ പ്രതികൂലങ്ങളിലും വിട്ടുവീക്കണം. ഈ പാഠം പഠിച്ച് അതിന് പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാനും അടിയങ്ങളെ സഹായിക്കണം. അടിയങ്ങളുടെ ക്രോശങ്ങളെയും പാപം ക്ഷമിക്കണം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്ന ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചു വന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അവൻ്റെ ന്യായവിധിയെക്കുറിച്ചും അല്ലെങ്കിൽ അവൻ്റെ നീതിയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കർത്താവ് ഒടുവിലായിട്ട് സകല കാര്യങ്ങളും നേരെയാക്കും, സകല ദുഷ്ടതകളെയും അമർച്ച ചെയ്യും, അല്ലെങ്കിൽ ദുഷ്ടന്മാരെയൊക്കെയും അവസാനിപ്പിച്ച ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കും എന്ന് നമ്മളെല്ലാവരും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ദൈവം അവസാനം വിജയിക്കും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്നതായ ഓരോ പ്രതികൂലങ്ങളും, ഇന്ന് ചെയ്യുന്നതായ ഓരോ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യും? അത് അവസാനം നമുക്കത് പ്രശ്നമായി തീരും, അല്ലെങ്കിൽ വിഷയമായി തീരും. കാരണം ദൈവം സകല തിന്മകളെയും പൂർണ്ണമായി ഇന്ന് അകറ്റിയിട്ടില്ല. അതിന് കാരണം പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ പരിമിതി കാരണമാണ്.
അങ്ങനെ വരുമ്പോൾ നാം അനേക കഠിനമായിട്ടുള്ള കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകും. അതിൽ നമ്മൾ ചിലപ്പോൾ വിജയിയായി തീർന്നു എന്ന് വരികയില്ല. അതിന് ഉപയോഗിക്കപ്പെടുന്ന പാത്രങ്ങളാണ് നാം ഓരോരുത്തരും. അങ്ങനെ ഉപയോഗിക്കപ്പെടുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണുവാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അതിൻ്റെ കാഠിന്യത കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചുവെന്ന് വരത്തില്ല. എന്നിരുന്നാൽ തന്നെ ദൈവം നമ്മളെ ഒരു നാളും കൈവിടുകയില്ല. കർത്താവായ യേശുവിലേക്ക് നാം കടന്നു വരുമ്പോൾ, യേശുവിനെ നാം പൂർണ്ണ രക്ഷിതാവായി നാം സ്വീകരിക്കുമ്പോൾ, ദൈവം നമ്മുടെ പാപങ്ങളെ എല്ലാം അകറ്റും. ദൈവ സ്നേഹത്തോടുകൂടെ നമ്മളെ ചേർത്ത് പിടിക്കും. എന്നാൽ ആ ദിവ്യ കരങ്ങളിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമുക്ക് വിജയം വരിക്കുവാൻ സാധിക്കും. തീർച്ചയായും നമുക്ക് വിജയം വരിക്കുവാൻ സാധിക്കും. ആ കഷ്ടത അത്ര വലുതാണ്. ക്രിസ്തുവിൽ നാം ആശ്രയിച്ചേ മതിയാകുകയുള്ളൂ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ സത്യത്തിന് വേണ്ടി ജീവിക്കുവാൻ മനസ്സ് വെച്ച എല്ലാവർക്കും കഠിനമായ ശോധനയുണ്ടാകും. കാരണം സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് അതിക്രോധത്തോടുകൂടെ പ്രവർത്തിക്കുന്നതായ ഒരു സാഹചര്യമാണ്. മാനുഷിക ബലഹീനരായിരിക്കുന്നതായ നാം ഓരോരുത്തരും, ജഡികരായി ജനിച്ചതായ ഓരോരുത്തരും അതുപോലെ ഓരോ പ്രലോഭനങ്ങളിൽ തട്ടി വീഴുവാൻ സാധ്യതയുണ്ട്. പാപം ചെയ്യുവാൻ പ്രേരണയുള്ള ഒരു ശരീരത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ചെയ്യേണ്ടത് കർത്താവായ യേശുവിൽ പൂർണ്ണമായി നമ്മെ സമർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് മുതിർന്നു വരുവാൻ കഴിയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ശക്തിപ്പെടുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. കർത്താവായ യേശുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശുവിൻ്റെ ശക്തിയിലാണ് നമുക്ക് നീതിയോടെ ജീവിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് യേശുവിനെ നോക്കുവാൻ പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മുൻപ് നാം കണ്ടതുപോലെ സ്നേഹവും നീതിയും എല്ലായ്പ്പോഴും ഒരുമിച്ച് പോകുന്നതാണ്. അത് തമ്മിൽ വേർപെടുത്തുവാൻ, അത് തമ്മിൽ വേർപിരിക്കുവാൻ ആരാലും സാധ്യമല്ല. ദൈവം നീതിയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നീതിയെ അവനും സ്നേഹിക്കുന്നു. ദൈവം നീതിയെ സ്നേഹിക്കുന്നത് പോലെ നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നാമും നീതിയെ സ്നേഹിക്കും. അങ്ങനെ ദൈവം സ്നേഹമെങ്കിൽ നാം എന്ത് ചെയ്യും? അന്യോന്യം സ്നേഹിക്കും. കാരണം ദൈവത്തിൻ്റെ കൽപ്പന അതാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയതായ കൽപ്പന അങ്ങനെയാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. അപ്പോൾ നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ആ അന്യോന്യം സ്നേഹിക്കുന്ന ആ നിർവചനത്തിൽ നിന്ന് പുറത്തു വരുന്നതായ ഒരു കാര്യമാണ് സാധുക്കളെ സഹായിക്കുന്നതായ ധർമ്മ പ്രവർത്തികൾ. സാധുക്കളെ സഹായിക്കുക, അടിച്ചമർത്തപ്പെട്ടവരിലേക്കുള്ളതായ സഹതാപം, ദരിദ്രന്മാരോടുള്ളതായ സഹതാപം, കഷ്ടപ്പെടുന്നവരോടുള്ളതായ സഹതാപം, ഇതൊക്കെ അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ കാര്യങ്ങളാണ്. നാം ഈ ലോകത്തിലായിരിക്കുന്നത് കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ലോകത്ത് വെളിപ്പെടുത്തി കാണിക്കുവാനാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പിതാവിൻ്റെ സ്നേഹത്തെ നമ്മോട് വെളിപ്പെടുത്തിയതുപോലെ നാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. അതിനായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത്.
ദൈവം നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണമാണ്. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും വലിയ 2 കൽപ്പനകൾ, ഏറ്റവും വലിയ 2 പാപങ്ങൾ. ദൈവം നീതിയെ സ്നേഹിക്കുന്നു. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ന്യായം സ്ഥാപിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അയൽക്കാർ ആരാണ്? ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നുള്ളതായ വിഷയങ്ങളാണ് നമ്മൾ ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത് ശനിയാഴ്ചത്തെ പാഠമാണ്. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ഏറ്റവും വലിയ 2 കൽപ്പനകളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ ലോകത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും നീതിയെയും കുറിച്ച് നമുക്ക് മറ്റുള്ളവരോട് അറിയിക്കുവാൻ, വ്യക്തിപരമായി മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവ് നമ്മളോട് പറഞ്ഞതായ, കർത്താവ് നമുക്ക് തന്നതായ ആ ഉപദേശങ്ങളിൽ നാം പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകണം. കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം നാം മുന്നോട്ട് പോകുമ്പോഴാണ് നാം അവിടെ വിജയിക്കുവാൻ സാധ്യമായി തീരുന്നത്. ഒരിക്കൽ ഒരു ന്യായശാസ്ത്രി കർത്താവായ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. യേശുവിനോട് ചോദിച്ചു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് ഏറ്റവും വലിയത്, അല്ലെങ്കിൽ വലിയതായ കൽപ്പന ഏതാണ്? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ 40 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, സദുക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയതെന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഇതൊരു പുതിയ കൽപ്പനയായിട്ടല്ല, എന്നാൽ ഇത് ആദിയിൽ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതായ പഴയ കൽപ്പന തന്നെയാണ്. ഇവിടെ ന്യായപ്രമാണത്തിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ചുരുക്ക രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ ചുരുക്ക രൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനയാണ് ഏറ്റവും വലിയ കൽപ്പന. ഈ 2 കൽപ്പന കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനാണ്. നീ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ 10 കൽപ്പനയുടെ ആദ്യ 4 കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കും. മനുഷ്യനെ അല്ലെങ്കിൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ 10 കൽപ്പനയുടെ 2ാം ഭാഗത്തുള്ളതായ ബാക്കി 6 കൽപ്പനകളും നമ്മൾ പ്രമാണിക്കും. ഈ 2 കൽപ്പനകളും പ്രമാണിക്കും, അല്ലെങ്കിൽ 10 കൽപ്പന മുഴുവനായിട്ട് പ്രമാണിക്കും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ. അതുപോലെ തന്നെ ഇതേ വേറൊരു രീതിയിൽ ഒരു ചോദ്യമായിട്ട് ഒരു യവനക്കാരൻ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഈ വണ്ണം വായിക്കുന്നു. 19-ാം അധ്യായം 16 മുതൽ നാം വായിക്കുമ്പോൾ, അനന്തരം ഒരുത്തൻ വന്നവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ എന്നോട്, നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളോ? ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് യേശുവിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ 10 കൽപ്പന ഉദ്ധരിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ആ യവനക്കാരനോട് പറയുന്നത്. കാരണം
കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്ക എന്ന കൽപ്പന ഉദ്ധരിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്. ഏറ്റവും വലിയ കൽപ്പന ദൈവത്തെ സ്നേഹിക്കാവുന്നതാണ്. രണ്ടാമത്തത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അപ്പൊ ഇത് രണ്ടും ചെയ്തില്ല എങ്കിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ ഒരു നാളും കഴിയുകയില്ല. അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയില്ല. ദൈവം പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നൽകുമെന്ന് ദൈവം പറയും. അപ്പോൾ ഒരു വ്യവസ്ഥയിൻ പടിയാണ് ദൈവം തൻ്റെ ആത്മാവിനെ നൽകുന്നത്. ദൈവത്തോട് ചോദിക്കുന്നവർ അതുപോലുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ ദൈവം ആത്മാവിനെ കൊടുക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ ആണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അവർക്ക് നൽകുന്നത്. ദൈവത്തിൻ്റെ കൃപ പാപം ചെയ്യാതിരിപ്പാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അങ്ങനെയാണ് ലഭ്യമായി തീരുന്നത്. ദൈവത്തിൻ്റെ കൃപ കൂടാതെ നമുക്കാർക്കും ഈ ലോകത്ത് ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഏത് കൽപ്പന അനുസരിച്ചാലും, നമ്മൾ എന്തൊക്കെ നന്മ പ്രവർത്തികൾ ചെയ്താലും അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാതെ വേറൊരു കർമാചാരപരമായിട്ട് അതിനെ കണ്ടാൽ അതുകൊണ്ട് നമുക്ക് ഒരു നേട്ടവുമില്ല. നിത്യജീവൻ നൽകുന്നത് ദൈവമാണ്. നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്കാണ് ദൈവം കൃപ നൽകുന്നത്. ദൈവം ദാനമായി ദൈവത്തിൻ്റെ രക്ഷ സൗജന്യമായി നൽകുമ്പോൾ ദൈവകൽപ്പനയനുസരിച്ച് അത് വാങ്ങുവാൻ, അത് സ്വീകരിക്കുവാൻ നാം ഒരുക്കമുള്ളവരായി തീരണം. അല്ലാതെങ്കിൽ നമുക്ക് അത് ലഭ്യമായി തീരുകയില്ല. നാം നമ്മെ തന്നെ ഒരുക്കിയില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ വസിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ നാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു വേണം നാം മുന്നോട്ട് പോകുവാൻ. ഇവിടെ ഈ യവനക്കാരൻ പറയുകയാണ്, ഞാൻ ഇതെല്ലാം ചെയ്തു പോരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് യേശുക്രിസ്തു അടുത്ത വാക്യം പറയുകയാണ്, എങ്കിൽ നീ നിനക്കുള്ളതായ സമ്പത്ത് മൊത്തം ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം. ആ യവനക്കാരൻ ധാരാളം സമ്പത്തുള്ളത് കൊണ്ട് ആ വാക്ക് ഹേതുവായി എന്ത് ചെയ്തു? പുറപ്പെട്ടു പോയി എന്നാണ് നമുക്കവിടെ വായിക്കുവാൻ സാധിക്കുന്നത്. ദുഃഖിച്ച് പോയി കളഞ്ഞു. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവകൽപ്പന പ്രമാണിക്കുവാൻ കഴിയും. യഥാർത്ഥമായി സഹോദരന്മാരെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നു. അത് ഈ രണ്ട് കൽപ്പനകളും ഒന്നിനൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും വലിയ രണ്ട് പാപങ്ങൾ മുമ്പ് നമ്മൾ പഠിച്ചു. നാം അന്യോന്യം സ്നേഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാവപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരെയും അനാഥരെയും പീഡിപ്പിക്കപ്പെട്ടവരെയും നമ്മൾ എന്ത് ചെയ്യും? അവരെ സഹായിക്കുന്നവരായിത്തീരും. ദരിദ്രനായവരെ സഹായിക്കുക. ദൈവം പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒരുടുപ്പ് എന്ത് ചെയ്യണം? ഇല്ലാത്തവന് കൊടുക്കണം. അപ്പൊ അതാണ് നിയമം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ചുറ്റുപാട് ഉള്ളവരെ എല്ലാം സഹായിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അവരിലോട്ട് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമാണ്. അങ്ങനെ യേശുവിൻ്റെ കാൽച്ചുവട് നാം പിന്തുടരണം. കർത്താവായ യേശു എന്താണ് നമ്മളോട് ഉദ്ബോധിപ്പിച്ചിട്ടുള്ളത്, ആ പ്രകാരം അവൻ്റെ വചനത്തെ നാം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പോകുവാൻ കഴിയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ രണ്ട് കൽപ്പനകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ അതുപോലെ തന്നെ ഏറ്റവും വലിയ രണ്ട് പാപങ്ങളുണ്ട്. അത് എന്താണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ തിരുവചനം പറയുന്നത്,
സങ്കീർത്തനം 135 135 13 മുതൽ 19 വരെ നാം വായിക്കുമ്പോൾ അവിടെ വിഗ്രഹാരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വിഗ്രഹാരാധനയെക്കുറിച്ച് പറഞ്ഞു. വിഗ്രഹാരാധന ഒരു വലിയൊരു പാവമാണ്. കാരണം നമുക്ക് ശ്വാസം നൽകിയതായ, നമ്മെ നിർമ്മിച്ചതായ, തൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് മെടഞ്ഞവനായ ഈശ്വരനെ വിശ്വസിക്കാതെ, ദൈവത്തെ വിശ്വസിക്കാതെ, ഇത് ദൈവമാണ് എന്ന് പറഞ്ഞ് ഒരു രൂപം ഉണ്ടാക്കി, മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതായ രൂപങ്ങളെ മൺകട്ടകൾ കൊണ്ട് അല്ലെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയതായ രൂപങ്ങൾ, മൺപ്രതിമകൾ, ലോഹപ്രതിമകൾ, തങ്കപ്രതിമകൾ, അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയതായ പ്രതിമകൾ, ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്നതാണ്. ആ ജീവനില്ലാത്ത വസ്തുക്കളെ നാം വസ്തുക്കളിൽ ആരാധന അർപ്പിക്കുമ്പോൾ തീർച്ചയായും നാം ദൈവത്തെ കോപിപ്പിക്കുകയാണ്. നമ്മുടെ ജീവശ്വാസം കയ്യിലുള്ളതായ ദൈവത്തെ സേവിക്കുന്നതിന് പകരം കണ്ണുണ്ടായിട്ട് കാണാത്ത, ചെവിയുണ്ടായിട്ട് കേൾക്കാത്ത, വായുണ്ടായിട്ട് ഒന്നും അരുളി ചെയ്യാത്ത, കൈയുണ്ടായിട്ട് പ്രവർത്തിക്കാത്ത, കാലുണ്ടായിട്ട് ചലിക്കാത്തതായ ദൈവത്തെ അവർ സേവിക്കും. ആ വിഗ്രഹാരാധന ഏറ്റവും വലിയ പാപമാണ്. അത് നാം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കൽപ്പനയായ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്ന കൽപ്പന നമ്മൾ ലംഘിക്കും. ഏറ്റവും വലിയ കൽപ്പനയിൽ 4 കൽപ്പനയാണ് നമുക്കവിടെ കാണുവാൻ കഴിയും. 1, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. 2, 3, ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത്. 4, 6 ദിവസം കൊണ്ട് ദൈവം ആകാശം അല്ലെങ്കിൽ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. 6 ദിവസം കൊണ്ട് ദൈവം തൻ്റെ വേലയൊക്കെയും ചെയ്ത് തീർത്ത ശേഷം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ശബത്തിൽ സ്വസ്ഥമായിരിക്കണം. ആകാശവും ഭൂമിയും നീരുറവയും ഉണ്ടാക്കിയവനെ നാം നമസ്കരിക്കണം. അങ്ങനെ ഈ 4 കൽപ്പനകളും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു വിഗ്രഹാരാധനയിലൂടെ ലംഘിക്കുന്നു. തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ ദൈവം ശിക്ഷിക്കാതെ വെറുതെ വിടുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവത്തിന്റെ കോപം അവന്റെ മേൽ ചൊരിയുമെന്ന വ്യക്തമായിട്ട് ആ ഒരു കൽപ്പനയിൽ തന്നെയുണ്ട്. അപ്പോൾ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു പാപമാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയതായി ഈ കൽപ്പന ലംഘിക്കുമ്പോൾ നാം ഏറ്റവും വലിയ പാപം നാം ചെയ്യുന്നു. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നമ്മൾ 2ാമത്തെ പാപം ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ദൈവവചനം പ്രമാണിക്കാതിരിക്കുക, ദൈവത്തെ സ്നേഹിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരനെ സ്നേഹിക്കാതിരിക്കുക. ഇതാണ് ഏറ്റവും വലിയ 2 പാപങ്ങൾ. അത് ബൈബിളിന്റെ ഒരു ചുരുക്ക രൂപമാണ്. ഈ തിരുവെഴുത്ത് മൊത്തം പറയുന്നത് നിന്റെ ദൈവത്തെ സ്നേഹിക്കുക എന്നും നിന്റെ സഹോദരനെ സ്നേഹിക്കുക എന്നുമാണ്. അതിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ഈ വചനത്തിൽ കാണുവാൻ കഴിയും. ഒന്നെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ചുള്ളതായ കാര്യം മാത്രമേ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയൂ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നാം എന്തൊക്കെ ചെയ്യണം, മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ നാം എന്തൊക്കെ ചെയ്യണം, അതാണ് പ്രത്യേകിച്ച് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ രക്ഷയ്ക്കായുള്ള ഒരു വഴി ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശുവിനെ നീ സ്നേഹിക്കുമ്പോൾ നീ അന്യോന്യം സ്നേഹിക്കുന്നവനായി തീരും. നിന്റെ സഹോദരനെ നീ സ്നേഹിക്കുമ്പോൾ നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കണം. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു.
കളനാകും. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാതെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്ന് കൽപ്പന ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നതായ കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് സ്നേഹം എന്ന നിർവചനത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചൊവ്വാഴ്ച പാഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം നീതിയെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനം 33 5 വാക്യം നാം വായിക്കുമ്പോൾ, സങ്കീർത്തനം 33 5 നാം വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു: അവൻ നീതിയെയും ന്യായവും ഇഷ്ടപ്പെടും, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവം നീതിയെയും ന്യായത്തെയും ഇഷ്ടപ്പെടുന്നുവെന്നാണ്. അപ്പോൾ നീതി നടത്തി കൊടുക്കുന്നതും ന്യായം പ്രവർത്തിക്കുന്നതുമാണ് ദൈവത്തിന് പ്രസാദകരമായുള്ള കാര്യം. അനീതി ചെയ്യുന്നതിൽ ദൈവത്തിന് പ്രസാദമില്ല. അകർത്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. പക്ഷെ നമ്മൾ ന്യായവും നീതിയും പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേലുണ്ടാകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇന്ന് നമ്മളെല്ലാം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ്. ദൈവത്തിൻ്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നുവെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് പാപികളും ദോഷികളുമായ നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ഈ ദയ, അതിനും ഒരു പരിധിയുണ്ട്. ദൈവം ദീർഘമായി ക്ഷമിക്കുന്നവനാണ് എങ്കിലും ആ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. സൊദോം ഗൊമോറ നിവാസികളെ അപേക്ഷിച്ച് അവർ ദൈവത്തിൻ്റെ ക്ഷമയുടെ പരിധി കഴിഞ്ഞപ്പോൾ സൊദോം ഗൊമോറയിൽ ദൈവത്തിൻ്റെ ന്യായവിധി വന്നുവെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. അതുപോലെ ഇന്ന് അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കുന്നതായ നാം ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തിയെ ശോധന ചെയ്തില്ല എങ്കിൽ ദൈവത്തിൻ്റെ കൃപയുടെ നാഴിക അടയുമ്പോൾ നാം ശരീരത്തിലിരുന്നപ്പോൾ ചെയ്തതായ സകല പ്രവൃത്തിക്കനുസരിച്ച ന്യായവിധി ഉണ്ടാകും. ദൈവത്തോട് നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് പ്രത്യേകമായി നാം ഓർത്തുകൊള്ളണം. 82 സങ്കീർത്തനം നാം മുഴുവനും വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക രീതി നമുക്കവിടെ കാണുവാൻ കഴിയും. ന്യായാധിപന്മാരോടും ഉള്ള ദൈവത്തിൻ്റെ ന്യായാധിപന്മാരെ കുറിച്ച് ദൈവം ആശങ്കപ്പെടുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. 82 സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പീൻ. എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പീൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പീൻ. അവിടെ വളരെ വ്യക്തമായിട്ട് ഇന്ന് നടക്കുന്നതും മുൻകാലങ്ങളിൽ നടന്നതായ ന്യായവിധിയെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും ഈ ലോകത്തിൽ ഉള്ളതായ ന്യായാധിപന്മാർ കൈക്കൂലി വാങ്ങി നീതിയെ മറിച്ചു കളയും. നിരപരാധികൾ ശിക്ഷ ഏൽക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകും. ദുഷ്ടന്മാർ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, അങ്ങനെയുള്ള ന്യായാധിപന്മാരോടാണ് ദൈവത്തിൻ്റെ ഈ വചനം പ്രത്യേകമായി പറയുന്നത്. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പീൻ.
എളിയവനെയും ദാരിദ്രനെയും രക്ഷിപ്പീൻ. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിട്ടുവീപ്പാൻ തക്കവണ്ണം ന്യായാധിപന്മാരോട് പറയുകയാണ്. മുൻകാലത്ത് ഇസ്രായേൽ പ്രവാചകന്മാരെല്ലാം ഇതുപോലുള്ളതായ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നവരായിരുന്നു. അവർ പ്രവചിക്കുമായിരുന്നു. അന്നുണ്ടായതായ അധികാരികളോട് ദൈവത്തിൻ്റെ വചനങ്ങൾ അവർ പറയുമായിരുന്നു. അവരെ ദുഷ്ടതയെക്കുറിച്ച് അവർ പറയുമായിരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് നീതിയെയും ന്യായത്തെയാണ്. പ്രത്യേകിച്ച് മീക പ്രവചനം 6-ാം അധ്യായം 8 നാം വായിക്കുകയാണ്. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകും യഹോവ നിന്നോട് ചോദിക്കുന്നതെന്ന്. എന്താണ് യഹോവ നിന്നോട് ചോദിക്കുന്നത്? അപ്പോൾ നാം നല്ലത് പ്രവർത്തിക്കണമെന്നും നീതിയും ന്യായവും പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ദൈവം സൽഗുണപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരായി തീരുവീൻ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം സൽഗുണപൂർണരായി തീരണം. മനുഷ്യൻ നല്ലവരായി തീർന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുള്ളൂ. ഇവിടെ പറയുന്നത് ന്യായം പ്രവർത്തിക്കണമെന്ന, നീതിയെ മറിച്ചു കളയാതെ എളിയവനെ കഷ്ടത്തിൽ ആക്കാതെ അല്ലെങ്കിൽ ദുരിതത്തിലാക്കാതെ എളിയവനെ ആദരിക്കുകയും ദരിദ്രന്മാരെ കരുതുകയും ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്യണം. അതാണ് നമ്മൾ ദൈവം ന്യായാധിപന്മാരോട് പറയുന്നത്, നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത്. നാം എല്ലാവരോടും നീതിയായി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ, ദൈവം പ്രസാദിക്കുകയുള്ളൂ. എല്ലാവരോടും ദയ ഉള്ളവരായിരിക്കണം, ദയ തൽപരരായിരിക്കണം. വീട്ടിൽ കടന്നു വരുന്നവരായാലും ഭിക്ഷക്കാരോടായിരുന്നാലും കഷ്ടത്തിൽ അകപ്പെട്ടവരായിരുന്നാലും വേദനയുടെ നടുവിലായിരിക്കുന്നവർ, അങ്ങനെയുള്ളവരോട് നാം ദയയായി പെരുമാറണമെന്നാണ് ദൈവം ഈ വചനത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അതുമാത്രമല്ല, താഴ്മയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്മ ഉള്ളവരായി നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുമെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയുവിൻ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അങ്ങനെ നമ്മൾ ദയയും കരുണയുമുള്ളവരായി നമ്മുടെ ദൈവത്തിൻ്റെതായ ആ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നവരായി നാം ജീവിക്കണം. അതാണ് ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക്, ചൊവ്വാഴ്ചത്തെ പാഠം കഴിഞ്ഞ് നമ്മൾ ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ന്യായം സ്ഥാപിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ അവിടെ നീതി നടത്തി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ആവശ്യപ്പെടുന്നു. കഷ്ടപ്പെടുന്നതായ സാധുക്കളായ ജനത്തോട്, അടിച്ചമർത്തപ്പെട്ടതായ മനുഷ്യർക്ക് അവർക്ക് ന്യായം നടത്തി കൊടുക്കുക, അതിനായിട്ട് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവം നീതി സ്ഥാപിക്കുന്നവനാണ്. ലോകത്തെ നീതിയോടെ നേരോടെ ന്യായം വിധിക്കും എന്നാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞത്. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ, അനാഥന് ന്യായം നടത്തി കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ എന്ന്
എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൽ അനേക കാര്യങ്ങൾ രേഖപ്പെടുത്തി. ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളവാനും എൻ്റെ ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർക്ക് തങ്ങൾക്ക് കൊള്ള നിയമിക്കുന്നവർക്കും അനർത്ഥം വിധവമാർക്ക് തങ്ങൾക്ക് കൊള്ളയായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്കിരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്ക് അനർത്ഥം എഴുതി വയ്ക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം എന്ന് പറയുകയാണ്. കാരണം അധികാരിക്ക് മീതെ മറ്റൊരു അധികാരിയുണ്ട്. നമുക്ക് മീതെ സ്വർഗത്തിൽ ഒരു അധികാരിയുണ്ട്. ഉന്നതനു മീതെ അത്യുന്നതൻ വ്യാപരിക്കുന്നുവെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോ നമ്മെ ഒരു കാര്യം ഏൽപ്പിക്കുന്ന ദൈവമാണ്. ദൈവം അനുവദിക്കാതെ ഒരു അധികാരങ്ങളുമില്ല. അപ്പോ നമുക്ക് ലഭിക്കുന്ന അധികാരങ്ങൾ ഉപയോഗിച്ച് ദൈവിക ചിന്തയോടെ നാം ജീവിക്കണം. നീതിബോധത്തോടെ നാം സഞ്ചരിക്കണം. നാം അനീതി ചെയ്യുന്നുണ്ടോ എങ്കിൽ ദൈവം നമ്മെ പിടിക്കും. അത് പ്രത്യേകമായി ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒരുത്തനെ ഉയർത്തുന്നതും ഒരുത്തനെ താഴ്ത്തുന്നതും ദൈവമാണ്. ഒരുത്തനിൽ ദൈവം പ്രസാദിച്ചാൽ അവനെ ദൈവം ഉയർത്തും. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ലോകത്തിൽ നമ്മൾ കാണുന്നതല്ല, ദൈവം അറിയാത്ത ഒരു കാര്യമില്ല. നമ്മുടെ തലയിലെ ഒരു മുടി കൊഴിയുന്നത് ദൈവം അറിയുന്നുണ്ട്. നമുക്ക് വരുന്നതായ ഓരോ പ്രതികൂലങ്ങളും ദൈവം അറിയുന്നുണ്ട്. പക്ഷേ നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്ന പക്ഷം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മൾ ദുഷ്ടത പ്രവർത്തിച്ചതും ചെയ്യുന്നതായ ഒരു പ്രവൃത്തിയും ദൈവം അംഗീകരിക്കില്ല. യെരമ്യാ പ്രവചനം 22-ാം അധ്യായം അതിൻ്റെ 13, 15, 16 വാക്യങ്ങൾ. നീതികേട് കൊണ്ട് അരമനയും അന്യായം കൊണ്ട് മാളികയും പണിത് കൂട്ടുകാരനെ കൊണ്ട് വേല ചെയ്യിച്ച് കൂലി കൊടുക്കാതിരിക്കുകയും നിന്റെ അപ്പനും ഭക്ഷണപാനീയങ്ങൾ കഴിച്ചില്ലയോ, എന്നാൽ അവൻ നീതിയും ന്യായവും നടത്താതിരുന്നില്ല, അന്നവന് നന്നായിരുന്നു. അവൻ എളിയവനും ദരിദ്രനും ന്യായം പാലിച്ചു കൊടുത്തു, അന്ന് അവന് നന്നായിരുന്നു. ഇതല്ലയോ എന്ന് അറിയുക എന്നുള്ളത് യെരമ്യാ പ്രവചനം പറയുന്നത്. അപ്പം നമ്മൾ ഏതൊക്കെ രീതിയിൽ ജീവിച്ചാലും, എന്തൊക്കെ പ്രവൃത്തി ചെയ്ത് നമ്മൾ അധ്വാനിച്ച് കാശ് നേടിയാലും അതൊക്കെ വെറുതെയാണ്. ഇതൊക്കെ വെറുതെയാ. ദൈവം ഇച്ഛിക്കാതെ നമുക്കൊരു നേട്ടവും ഉണ്ടാകില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നീതിയോടും ന്യായത്തോടും കൂടെ വേണം നാം ഈ ലോകത്ത് ജീവിക്കുവാൻ. മത്തായിയുടെ സുവിശേഷം 23 മുതൽ 30 വരെയുള്ളതായ വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിയും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതക്കുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. അനീതിയെക്കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ശക്തിയോടെ എതിർക്കുന്നത് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാകും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും കർത്താവ് ഇതുപോലുള്ളതായ കാര്യം, അനീതികേടിനെതിരെ വാദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അന്ന് ജീവിച്ചതായ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരോടും പരീശന്മാരോടുമായിട്ട് കർത്താവ് ഈ വണ്ണം പറഞ്ഞു. നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതക്കുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ച് കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നാം എന്തൊക്കെ പ്രമാണിച്ചാലും ശരി കരുണയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ നിയമം പ്രമാണിക്കുന്നവരായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. സഹോദരവർഗത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ നന്മ പ്രവർത്തിക്ക് പ്രയോജനമുണ്ടാകൂ.
നന്മ പ്രവർത്തിക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ആരാണ് എൻ്റെ അയൽക്കാരൻ? നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഭാഗമാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് ഒരുവൻ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചപ്പോൾ ആ പറഞ്ഞതായ ആ കഥ ഇപ്പോഴും പലരുടെയും ജീവിതത്തിലുണ്ട്. പലർക്കും അത് ഓർമ്മയുണ്ട്. എല്ലാവർക്കും ഈ ഒരു ഭാഗം വളരെ സുപരിചിതമാണ്. ലൂക്കോസിന്റെ വിശദീകരണത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തെയും അയൽക്കാരനോടുള്ള സ്നേഹത്തെയും കുറിക്കുന്ന 2 വലിയ കൽപ്പനകൾ യേശു പ്രഖ്യാപിച്ചതിന് ശേഷം സ്വയം ന്യായീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശുവിനോട് ഒരുവൻ ചോദിച്ചതാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു അതിന് നല്ല ശമര്യക്കാരെന്ന ഒരു ഉപമ, നല്ല ശമര്യക്കാരനെ കുറിച്ച് ഒരു ഉപമ. ആ ഉപമ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 37 വരെയുള്ളതായ ഭാഗത്താണ് ഈ ഉപമ കിടക്കുന്നത്. അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു, അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റു, ഗുരു, ഞാൻ നിത്യജീവന് അവകാശി ആയിത്തീരുവാൻ എന്തു ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താനെ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴി യാദൃച്ഛിക ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ വഴി കടന്നുപോയി, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സിലിഞ്ഞു. അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്നു അവൻ്റെ മുറിവുകൾ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴി അമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേനാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തിട്ട്, ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നുവെന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവനെന്ന് അവൻ പറഞ്ഞു. യേശുവിനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഥാർത്ഥമായി ഒരു അയൽക്കാരൻ, അല്ലെങ്കിൽ ആരാണ് നിന്റെ അയൽക്കാരൻ എന്ന് ഇവിടെ പ്രതിപാദിച്ചു. ഇപ്പോൾ യഥാർത്ഥമായി നമ്മുടെ അയൽക്കാരെ നാം സഹായിക്കണം, അവരെ നാം സ്നേഹിക്കണം, അവരെ നാം കരുതുന്നവരായിരിക്കണം. ഈ ലോകത്തിലുള്ളതായ ഓരോ മാനവനും നമ്മുടെ രക്ഷയ്ക്കായി അല്ലെങ്കിൽ നമ്മുടെ സഹായത്തിനായി കാംക്ഷിക്കുന്നവനല്ല, നമ്മുടെ കൂട്ടുകാരാണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരനാണ് എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ദൈവം ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളതായ എല്ലാ മാനവനും ദൈവത്തിൻ്റെതാണ്, നാമും ദൈവത്തിൻ്റെതാണ്. അവരെ സ്നേഹിക്കുകയും അവരെ കരുതുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാണ്. കൂട്ടുകാരനെ
നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവചര്യയിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം ന്യായത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ന്യായവും നീതിയും മനുഷ്യൻ ഉചിതമായി എങ്ങനെ നടക്കണം എന്നുള്ളതായ കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലുള്ളതായ അനേക കാര്യങ്ങളിലൂടെ നാം കടന്നു പോകും. അധികാരത്തെ പിടിച്ചെടുക്കുകയും ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്ത ശത്രുവിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് കർത്താവായ യേശുവിൻ്റെ ജീവിതം. അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സാദൃശ്യം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ദൈവ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ജീവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി പാപത്തിലും അനീതിയിലും അടിച്ചമർത്തലിലും പെട്ടുകിടക്കുന്നവരോട് ഒപ്പം എണ്ണപ്പെടുകയും പാപമെശാതെ വിശ്വസിക്കുന്ന ഏവർക്കും നീതിമാനും ന്യായീകരിക്കുന്നവനുമായവൻ എന്ന വിധം ന്യായം സ്ഥാപിക്കുന്നതിനു വേണ്ടി സ്നേഹത്തിൽ സ്വയം ഏൽപ്പിച്ചുകൊണ്ട് ശത്രുവിനെ തോൽപ്പിച്ചു. കൽപ്പനയുടെ ഘനമേറിയ കാര്യങ്ങളെന്ന് ക്രിസ്തു വിളിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഉത്കണ്ഠയില്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുവാൻ ക്രിസ്തു മരിച്ചതായി നമുക്കെങ്ങനെ അവകാശപ്പെടുവാൻ കഴിയും? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചതായ ആ മാതൃക പ്രകാരമായിരിക്കണം നാം ജീവിക്കുന്നത്. മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കണം, ദയവുള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 9:8-9 ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. യഹോവ പീഡിതനും ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. അതുപോലെ സങ്കീർത്തനം 146:7-9 വരെ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു: പീഡിതർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച നൽകുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു, യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥരെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയും. ദൈവത്തിന് ദുഷ്ടന്മാരുടെ വഴി അറിയാം. നീതിമാന്മാരെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ദൈവം ന്യായത്തെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ നാം പോയി കണ്ട് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചത് പോലെയാണ്. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നാം ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് നമുക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നത്. ദൈവസ്നേഹത്തിന് വേണ്ടി അർഹിക്കുന്നവർ, ആവശ്യങ്ങൾ ഇരിക്കുന്നവർ, അവരെ നാം സഹായിക്കണം. അവരിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നാം എത്തിച്ചു കൊടുക്കണം. വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യുഗങ്ങളുടെ പ്രത്യാശയിൽ പേജ് 281-289 വരെയുള്ളതായ ഭാഗത്ത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്നവരായിരിക്കണം, നമ്മുടെ സഹോദരവർഗത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ സ്നേഹിക്കാതെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി, സഹോദരവർഗത്തെ സ്നേഹിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ആ ന്യായപ്രമാണത്തെ മുഴുവനും അനുഷ്ഠിക്കുന്നവരായി, ദൈവകൽപ്പനയും യേശുവിലുമായി വിശ്വാസമുള്ളവരായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതായ വചനത്തിനൊത്തവണ്ണം അങ്ങയെ സ്നേഹിക്കുവാനും സഹോദരവർഗത്തെ സ്നേഹിക്കുവാനും അങ്ങയ്ക്ക് പ്രസാദകരമായുള്ള കാര്യങ്ങളെ ചെയ്യുവാൻ അന്യോന്യം സ്നേഹിക്കുന്നവരായി പരസ്പരം ന്യായം പ്രവർത്തിപ്പാനും ദയതൽപരരായിരിക്കാനും അടിയങ്ങളെ സഹായിക്കണമേ. താഴ്മയോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ നിലകൊള്ളുവാൻ അടിയങ്ങൾക്ക് ശക്തി നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിച്ച് വഴി നടത്തുമാറാകണമേ. പൈശാചികൻ്റെ സകല തന്ത്രങ്ങളെയും ജയിപ്പാൻ വേണ്ട വിശ്വാസത്തെ അവിടുന്ന് അടിയങ്ങൾക്ക് നൽകണം. അങ്ങയുടെ കരങ്ങളിൽ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് വരുമ്പോൾ അങ്ങയുടെ വിശുദ്ധന്മാർ കൂടെ ആയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. സകല മാനവും മഹത്വവും പുകഴ്ചയും തിരുമേനി എടുക്കണം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.